ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു ഒരു വേദനയുടെ ഒരു മുറിവിൻ്റെ ഒരു അടയാള ചിഹ്നമാണത്. എൻ്റെ അനുജൻ ഒരു സിനിമയിൽ നേരത്തെ ക്രൂരനാ, പക്ഷേ എന്നാലും ഇപ്പോൾ നമുക്ക് ഏത് വേഷം കിട്ടിയാലും ചെയ്യും. അത് നമ്മുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ വലിയ കലാകാരനൊന്നും അല്ലേലും 5 വയസ്സിൽ നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ ഭദ്രഞ്ചേട്ടനാണ് എൻ്റെ ഗുരു. അദ്ദേഹം പാലായിലുള്ള ആളാണ്. ഈ മകൾ പറഞ്ഞു, അമ്മേ ആ പോലീസുകാരൻ എന്നെ നോക്കുന്ന സിനിമയ്ക്കകത്തൊക്കെ ബലാത്സംഗം ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. അവരങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സീനുണ്ട്. പിന്നെ തോമാച്ചായൻ എൻ്റെ ദൈവമാണ്. അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തെടുക്കണം. എവിടെ ചെന്നാലും എല്ലാവരും ചോദിക്കുന്ന ഒരാളാണ് തോമാച്ചായൻ. നമസ്കാരം. നമസ്കാരം. എന്നാക്കുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, നല്ലതേ ഉള്ളൂ എനിക്ക്. എല്ലാം അപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങളൊന്ന് വന്നത്. അല്ല, എന്നോട് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായതാ, അല്ലെങ്കിൽ ഞാനില്ല. എനിക്കിന്ന് പോകേണ്ട പരിപാടികളുണ്ട്. ഇപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നതാണോ? അല്ല, ഷൂട്ടിംഗ് അല്ല, ഞാനൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഷൂട്ടിംഗ് ഉണ്ട്. ഒരു പടത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ അതിന് വേണ്ടിയിട്ടാണ്. അതായത് കുറച്ച് തടിയൊക്കെ ഒന്ന് ഇതാകണം. ഞാനൊരു ഹീറോ ആയിട്ട് ചെയ്യുന്നൊരു പടം, ദി പോലീസ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു പടം. അപ്പോൾ ആ പടത്തിന് കുറേ ഒരുങ്ങാനുണ്ട്. 3-4 അപ്പിയറൻസ് ഉണ്ട്. 70 വയസ്സ്, അല്ല 75, 55 ഒക്കെ മുതലാണ്. അപ്പോൾ ക്യാരക്ടറിൻ്റെ ചേഞ്ച് അനുസരിച്ച് നമ്മുടെ ബോഡി ശരിയാകും. അതിനുവേണ്ടി ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കാൻ പോയത് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. എൻ്റെ ഒരു ആത്മസുഹൃത്താണ് അത് ചെയ്യുന്നത് എനിക്ക് വേണ്ടി. രാജീവ് നാഥ് എന്ന് പറയുന്ന ഡയറക്ടർ, പുള്ളി തന്നെ എഴുതി ചെയ്യുന്നുണ്ട്. ക്രിസ്മസിന് എന്നൊക്കെയുണ്ട്? ക്രിസ്മസിന് എനിക്കൊരു ഭയങ്കരമായ ഒരു സംഭവമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു വേദനയുടെ ഒരു മുറിവിൻ്റെ ഒരു അടയാള ചിഹ്നമാണത്. എൻ്റെ അനുജൻ ഒരു ക്രിസ്മസിന്, ഞങ്ങളുടെ വർഷങ്ങൾ 70 വർഷം മുമ്പ്, അന്ന് ഞങ്ങളുടെ വീട് കത്തി, എൻ്റെ അനുജൻ മരിച്ചുപോയി, ഞങ്ങൾ വീട് മുഴുവൻ പോയി, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മാറി. പിന്നെ മക്കളായിട്ട് വന്നപ്പം ക്രിസ്മസ് ട്രീയും ഒരുക്കങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു അന്ന് എൻ്റെ അനുജനെ അന്ന് അടക്ക് കഴിഞ്ഞിട്ട് പാലാപ്പള്ളിയിലാണ് ഞങ്ങളെ. അന്ന് നമ്മൾ കൊച്ചാ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഞാനൊന്ന് നാടോടി മന്നൻ എന്ന് പറഞ്ഞ MGRൻ്റെ ഒരു സിനിമ, തമിഴ് സിനിമയാണ്. MG ചക്രവാണി, MGRൻ്റെ ചേട്ടൻ, അതൊക്കെ ഉള്ളൊരു പടം. അത് കണ്ടു ഞാൻ. അടക്ക് കഴിഞ്ഞിട്ട് മുങ്ങിയ പെട്ടെന്ന്. സിനിമയായിരുന്നു എനിക്ക്, അന്നും സിനിമയായിരുന്നു. ഞാൻ 5 വയസ്സിൽ തുടങ്ങിയതാണ് കലാജീവിതം. ഞാൻ വലിയ കലാകാരനൊന്നും അല്ലേലും 5 വയസ്സിൽ നാടകത്തിൽ അഭിനയിച്ചു. ഒരു പെൺകുട്ടിയായിട്ടാണ് അഭിനയിച്ചു. അങ്ങനെ ഇന്നിവിടം വരെ എത്തി. 360 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു, ഗുരുക്കന്മാർ തന്നു. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? സിനിമ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച് എൻ്റെ ഒരു നല്ല പടം വന്നത് സ്ഫടികമാണ്. വേറെ ഒത്തിരി പടത്തിൽ ചെയ്തു, ചെറിയ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭദ്രഞ്ചേട്ടനാണ് എൻ്റെ ഗുരു. അദ്ദേഹം പാലായിലുള്ള ആളാണ്. ഭദ്രൻ സാറാണ് എൻ്റെ ഗുരു. പുള്ളിയാണ് ഒരു നിമിത്തമായത് ഞാൻ സിനിമയിൽ വരാൻ കാരണക്കാരനായത്. അതിന് മുമ്പ് ഞാൻ സിനിമയിലല്ലെങ്കിലും നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിൽ പോകുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 5 വയസ്സിൽ തുടങ്ങിയ എൻ്റെ കലാജീവിതമാണ്. അവിടുന്ന് ഇങ്ങനെ ഇവിടം വരെ പോകുന്നു. 360 സിനിമയിൽ അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹവും ഭാഗ്യവും പ്രായമായവരുടെ ഒത്തിരി പേരുടെ ഉണ്ട്. ഇപ്പോൾ മര്യാദാനം, അവരുടെയൊക്കെ നമ്മൾക്ക് ഒത്തിരി അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മുടെ വലിയൊരു കൂടപ്പുറപ്പിന് തുല്യമായ ഒരാളാണ് സന്തോഷം. വളരെ നല്ല ഒരിത്. ഇപ്പോൾ അവസാനം ചെയ്ത പടം ഏതാ? അവസാനം 10 പടം ചെയ്തു. അതിൽ 2 പടം ഇറങ്ങി. ഒന്നിൻ്റെ പേര് എനിക്ക് ഓർക്കുന്നില്ല. ഒന്നിൻ്റെ പേരറിയാം. ഒന്ന് ഗർണ, കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബൻ്റെ അപ്പനായിട്ടാണ് ഞാൻ. അന്നാ മീശ എടുത്തപ്പോൾ പിന്നെ രണ്ടാമത് അതെന്തോ ഏതോ കുഴപ്പമുണ്ടായി. പിന്നെ ഒഴിഞ്ഞു പോകുമായിരുന്നു മീശയെല്ലാം. അതുകൊണ്ട് ഈ പടത്തിനത് മീശ കുറവാണ്. അതുകൊണ്ട് ഇവിടെ ഇല്ല, മീശ പൊഴിഞ്ഞു പോയി. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ കുറേ ഫില്ല് ചെയ്ത് വരുന്നുണ്ട് ഒരു ഓയിൽമെൻ്റൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ പുതിയൊരു പടം എനിക്ക് വേണ്ടി ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, എന്നെ ഹീറോ ആക്കി പോലീസ് ഓഫീസർ, ദി റിട്ടേൺ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞു.
അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്, അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ എഴുത്തും. എനിക്കൊരു എന്നെ മെയിൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് പോലീസ് ഓഫീസർ. നല്ലൊരു കുടുംബ കഥയുണ്ട്. ക്രൂരനായിട്ടൊക്കെ നേരത്തെ ക്രൂരനാ, പക്ഷെ എന്നാലും ഇപ്പോൾ നമുക്ക് ഏത് വേഷം കിട്ടിയാലും ചെയ്യും. അത് നമ്മുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമല്ലേ. അതൊരു തീയാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. നമുക്ക് ഏത് വേഷം കിട്ടിയാലും ഞാൻ ചെയ്യും, ഇന്നതൊന്നുമില്ല. ഇപ്പോൾ ചാണകം കോരാൻ പറഞ്ഞ് ഞാൻ കോരും. അതിനകത്ത് എനിക്ക് അറപ്പുമില്ല വെറുപ്പുമില്ല. അതെൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ്. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും. ഞാൻ പുതിയ തന്നെ ഒരു പടത്തിന് 6 ദിവസം ത്രൂവട്ടായിട്ടങ്ങ് നിന്ന് രാത്രിയിൽ ഉറങ്ങാതെ നിന്നങ്ങ് ചെയ്തിട്ട് എൻ്റെ കാല് നീര്. പക്ഷെ ഞാനത് അവരോട് പറഞ്ഞില്ലേലും ഭയങ്കര ബുദ്ധിമുട്ടിൽ ചെയ്യുകയാണ്. അതൊരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു പടമായിരുന്നു, ഉപേക്ഷിക്കാൻ മേലാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ സാമ്പത്തികം അതിൻ്റെ റെമ്യൂണേഷൻ അതൊന്നും ഓർത്തല്ല, പൈസ ഒന്നും മേടിക്കാതെ ചെയ്തത്. കാരണം ബന്ധങ്ങൾ വെച്ച് ചെയ്തുള്ളൂ. പക്ഷെ ഞാൻ മടുത്തുപോയി. രാത്രിയിൽ ഒരുപോലെ കണ്ണടക്കി. എനിക്ക് ഷുഗർ പ്രഷറൊക്കെ ഉണ്ടേ, കാലിനൊക്കെ പിന്നെ നീരായി. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഡോക്ടർ അടൂരായിരുന്നു. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെയൊക്കെയുള്ള ചില യുദ്ധം എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. പടം ഇറങ്ങിയില്ല. അപ്പോൾ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അതൊക്കെ നമ്മൾ ആ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത. ഇപ്പോൾ സിനിമയിലൊക്കെ ഇത്രയും ക്രൂരമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടേ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ പരിചയക്കാർ കാണുമ്പോൾ എന്തോ. പരിചയക്കാർക്ക് തന്നെ അറിയാമല്ലോ, ഈ പരിചയം ഇല്ലാത്തവർ കാണുന്നതല്ലോ. പരിചയം ഇല്ലാത്തവർ കാണും അയ്യോ ആ പുള്ളി ഭയങ്കര വില്ലനാ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ പണ്ണങ്ങളെ. ഞങ്ങൾ ഒരിക്കലും പാലാ സ്റ്റാൻഡിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, സാംസൺ. അവിടെ ഇടയ്ക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ആ പുള്ളി മരിച്ചുപോയി. അവിടെ വന്നപ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ ഒരു അമ്മയും ഒരു മകളോട് വന്നപ്പം ഈ മകൾ പറഞ്ഞു, അമ്മേ ആ പോലീസുകാരൻ എന്നെ നോക്കുന്ന സിനിമയ്ക്കകത്തൊക്കെ ബലാത്സംഗം ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. അവരങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു. അത് നീ വരുവോളൂ എന്ന് പറഞ്ഞൊരു പടത്തിനകത്ത് ഞാൻ ദിലീപിൻ്റെ പെങ്ങളെ റേപ്പ് ചെയ്യുന്നതും അവർ പ്രഗ്നൻ്റ് ആകുന്നു, പിന്നെ അവസാനമൊക്കെ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നല്ല പടമായിരുന്നു. ദിലീപിൻ്റെ പടമായിരുന്നത് അത്. അതിനകത്ത് വളരെ എന്നോട് വളരെ ഒരു ദുഷ്ട ക്യാരക്ടറാണ്. ഒരിക്കൽ നമ്മുടെ പാലക്കാടപ്പുറത്ത് ഞാൻ ഒരു ട്രെയിനെ കയറ്റി വിടാനായിട്ട് എന്നെ ഒരു പടത്തിന് എൻ്റെ കൺട്രോളർ വന്ന് നിൽക്കുക. കൺട്രോളറല്ല, അവരുടെ അസിസ്റ്റൻ്റേ വിടുള്ളൂ. എന്നെ ട്രെയിൻ കയറ്റി വിടാനായിട്ട് വന്നപ്പോൾ ട്രെയിനിൽ വരുന്നു. ഞാനിതൊരിക്കൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു അമ്മയും 2-3 പിള്ളേരുമായിട്ട് ഇങ്ങനെ വന്നപ്പം ആദ്യം മുന്നോട്ട് കുറച്ച് നടന്നിട്ട് അവർ ബാക്കി വന്നിട്ട് എന്നെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട്, താനല്ലേ ആ പടത്തിനകത്ത് ഈ ദിലീപിൻ്റെ പെങ്ങളെ റേപ്പ് ചെയ്ത് കൊല്ലുന്നതാണ്, നീ വരുവുള്ളൂ ആ ആളല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഞാൻ വലിയ ക്രെഡിറ്റിൽ അതെ ഞാനാന്ന് പറഞ്ഞു. ഒറ്റ ആൾ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. തലയിലിടുത്തി വീഴുന്ന പോലെ അവർ ശപിച്ചെന്നെ. കാരണം ആ ദിലീപിൻ്റെ പെങ്ങളെ റേപ്പ് ചെയ്ത് അവർ സൂസൈഡ് ചെയ്ത് ആത്മഹത്യ ചെയ്യുക അവർ, ആ ക്യാരക്ടറെ. അപ്പോൾ ആർക്കും ഒരു വിഷമം തോന്നുന്ന ഒരു കഥാപാത്രം. പക്ഷേ ഞാൻ ജീവിതത്തിൽ വെറും സാധുവാണ്, ഒരു ഇല പോലും ഓടിക്കാൻ പറ്റത്തില്ല. ഞാൻ എല്ലാവരോടും നല്ലതേ ചെയ്യുള്ളൂ, പറയുള്ളൂ, കുറച്ചുള്ളൂ. പിന്നെ അറിയാതെ മനുഷ്യനല്ലേ, അല്ല വിശക്കുമല്ലോ, അപ്പം വരുന്നല്ലാതെ ഒരു മനുഷ്യരോടും ഞാൻ വേദനിപ്പിക്കാറില്ല, മുറി ഏൽപ്പിക്കാറില്ല. എല്ലാം ഒരു പോസിറ്റീവ് ഇതിലേ ഞാൻ കാണുള്ളൂ. പക്ഷേ നെഗറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളെ കിട്ടുമ്പോൾ അത് നമ്മൾ ചെയ്യണ്ടേ. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്, തിരിച്ച മനുഷ്യൻ. അത് പൊതുവെ എല്ലാവരും പറയാം അങ്ങനെ. അല്ല, നമ്മുടെ സിനിമയിൽ തന്നെയുള്ള എത്രയോ സിനിമയിൽ തന്നെയുള്ള ഒത്തിരി വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന എനിക്കറിയാവുന്ന, വളരെ അടുത്തറിയാവുന്ന ഒത്തിരി പേര് വളരെ നല്ലവരാണ്, വളരെ നല്ല നന്മയുള്ളവരൊക്കെയാണ് എന്നോർത്ത് മറ്റൊരു മോശമെന്നല്ല. എങ്കിലും വില്ലനായിട്ട് പൊതുവെ ചെയ്യുന്ന പലരും, ഇപ്പം പ്രാൺ എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിലെ നടന്മാർ, എം.എൻ. നമ്പ്യാർ, ഒത്തിരി പേരുണ്ട് വില്ലന്മാർ, അധികം ജോർജ്, ഇവരൊക്കെ എല്ലാവരും നല്ല മനുഷ്യരാണ്, വളരെ നല്ല മനുഷ്യരാണ്. വില്ലൻ കഥാപാത്രങ്ങളല്ലാതെ വേറെ കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ? ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഒരു ഡയറക്ടർ നമുക്ക് എന്ത് തരുന്നോ അത് നമ്മൾ ചെയ്യുക, അതാണ് എൻ്റെ കടമ, എൻ്റെ ബാധ്യത അതാണ്. പിന്നെ നമുക്ക് എല്ലാ വേഷങ്ങളും ചെയ്യണ്ടേ, പക്ഷെ കിട്ടുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഒരു പടം, ദി റിട്ടേൺ പോലീസ് ഓഫീസർ. അതിനകത്ത് ഞാൻ നായകനാണ്, സെൻട്രൽ ക്യാരക്ടറാണ്. എന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ സിനിമയുടെ പോക്ക് കംപ്ലീറ്റ് ഞാൻ. അത് 3-4 അപ്പിയറൻസ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ നമുക്ക് തരണ്ടേ. എന്നെ വിളിക്കുന്ന
റോൾ ഇപ്പോൾ യോജിച്ചാർ ഒരു പടത്തിന് വിളിച്ചിട്ടുണ്ട്. അത് എന്താണെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് എന്താണോ അന്നേരം ചെയ്യുക, അന്നേരം പറയുള്ളൂ. ചിലരോട് ചോദിക്കാൻ പറ്റിയല്ല. ചില ഡയറക്ടർമാർ സാറേ എന്നാ വേഷം അതെന്ന് ചോദിക്കും. നമുക്ക് ചോദിക്കാം എന്താണ് ബ്രദറെ, ഞാൻ ബ്രദറേന്നാണ് എല്ലാവരും വിളിക്കും. ബ്രദറെ ഏതാ എന്നാ ക്യാരക്ടർ എന്നാ എന്നൊക്കെ ചോദിക്കും. നമുക്ക് തൃപ്തികരമാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം ഞാൻ അത്ര വളരെ മോശമായിട്ടുള്ള ക്യാരക്ടേഴ്സ് സെലക്റ്റഡ് ചെയ്യുന്നുള്ളൂ. ഏതും അങ്ങനെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളതല്ലാത്ത ഈ നെഗറ്റീവിനോട് എനിക്ക് ഇച്ചിരി താല്പര്യക്കുറവുണ്ട്. ചെയ്യാൻ പറ്റും, ഏത് വേഷവും ചെയ്യും, കിട്ടുന്നത് എന്തും എല്ലാം ചെയ്യണ്ടേ, അതാ ഒരു ആർട്ടിസ്റ്റ്. പക്ഷെ നമുക്ക് അത്രയൊന്നും വലിയതായില്ലല്ലോ. വരട്ടെ, വരും കാലം കാണട്ടെ, എന്നാലും തെളിയിക്കാം നമുക്ക്. നല്ലത് വരട്ടെ, പ്രാർത്ഥിക്കുക നിങ്ങളൊക്കെ. നല്ല വേഷങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത ചെറിയ വേഷമുണ്ട്, വലിയ വേഷം. പക്ഷെ ആ എല്ലാ വേഷത്തിനും ഞാൻ തുല്യ പ്രാധാന്യം കൽപ്പിക്കും. വലുതിന് വലുതിൻ്റെതായിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കുണ്ടാകുന്ന 5 മക്കളുണ്ട്, 5 മക്കളും ഒരുപോലെയാണ്. 5 വിരലുണ്ട്, 5 വിരലും ഒരുപോലെ സ്നേഹമല്ല. ഒന്നിനെ നമ്മൾ വെറുക്കുന്നില്ല. ഇതെല്ലാം ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കഥാപാത്രങ്ങളെയും ഞാൻ എൻ്റെ മക്കളെ പോലെ കാണും. ഒരു അമ്മ പിതാവ് കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മാതാവ് കാണുന്നു, അല്ല ഇന്നതൊന്നുമില്ല. പിന്നെ അത് അത്രമാത്രം എടുത്ത് പറയാൻ മാത്രം ഒരു വലിയൊരു സംഭവത്തിലൊന്നും ആയിട്ടില്ല. ആകട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞ ആരുടെ ഒരുവാണ് ഭയങ്കര നോട്ടബിളാണ്. ഇപ്പോൾ എത്ര വർഷം? 5 വയസ്സിൽ 40 വർഷം സിനിമയിൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പ് ഞാനിടയ്ക്ക് ഭദ്രസാറുള്ളപ്പം മുതൽ സിനിമയിലുണ്ടായിരുന്നു. ഭദ്രസാർ വന്ന കാലം മുതൽ ഞാൻ അദ്ദേഹം എൻ്റെ ഗുരുവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ ഗുരുവാണ്, വളരെ എൻ്റെ അപ്പനാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ സഹോദരനാണ്, എല്ലാമാണ് എൻ്റെ. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് കുഞ്ഞുനാൾ മുതലുള്ള ബന്ധമാണ്, ചെറുപ്പം മുതലുള്ള ബന്ധം. അത് കഴിഞ്ഞാൽ പുള്ളി സിനിമയിൽ പോകുന്നതൊക്കെ. ഭദ്രൻ സാറും അച്ചായനുമായിട്ട് നല്ല ബന്ധമാണ്. ഇത് സ്ഫടികം സിനിമയിലെ അതുപോലെ നല്ലൊരു ക്യാരക്ടർ അല്ലായിരുന്നു? പിന്നെ നല്ല ക്യാരക്ടർ, ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ. പിന്നെ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് എനിക്കൊരു ജന്മം ഭദ്രൻ സാറ് മുഖേന തരുന്നത്. അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിലും. സിനിമയിൽ വരുന്നതിന് മുമ്പ് മുതലുള്ള ബന്ധമാണ്. പക്ഷെ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ എൻട്രി ചെയ്യുന്നത്. ചെറിയ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു നല്ല വേഷം തരുന്നത് അതിനകത്താണ്. എരുമേലി കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് എൻ്റെ. അതിവിടെ ഈ പാലായിലുള്ള ഒരാളായിരുന്നു. അല്ല, എരുമേലി കുട്ടപ്പനല്ല, എരുമേലി കുട്ടപ്പൻ എന്നാണ് സിംബോളിക്, അത് പേര് പടത്തിൽ. അതേസമയം ഇവിടെ ജിയോ ജോറ എന്ന് പറഞ്ഞ ഒരു മൈക്ക് സെറ്റൊക്കെ നടന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ ഒരു ഡമ്മി പോലെയാണ് ഞാൻ ആയത് ആ കാലത്ത്. അതിനകത്തുള്ള പലരെയും ജീവിച്ചിരിക്കുന്നവരെ അല്ല, ഇപ്പം മരിച്ചു കാണും. അങ്ങനെയൊക്കെ ഉള്ളൊരു കഥാപാത്രമായിരുന്നു അത് പഠിക്കും. അതിനകത്ത് എരുമേലി കുട്ടപ്പൻ എന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ചെയ്തത്. അതൊരു മൈക്ക് സെറ്റൊക്കെ നടത്തുന്ന ഒരാളാണ്. മോഹൻലാലിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് എരുമേലി കുട്ടപ്പൻ. ആടുതോമയാണ് മോഹൻലാൽ. മോഹൻലാൽ എന്ന് പറയുന്ന ആളാണ് ആടുതോമ. അപ്പോൾ ആ ആടുതോമയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ. ഇപ്പം പുള്ളി പറയുന്നുണ്ട്, ഒരു കുത്ത് കിട്ടി ഒരു ഘട്ടത്തിൽ ഒരു അലമ്പുണ്ടായിട്ട് കുത്ത് കിട്ടും പുള്ളിക്ക്. കുത്ത് കിട്ടി ബോട്ടറെ പുള്ളി തന്നെ ഓടിച്ചുകൊണ്ട് പോകും. ഞാനുണ്ട് തൊട്ടടുത്ത്, ഇങ്ങനെ പിടിച്ചോണ്ട്, ഞാൻ ചത്താൽ, കുട്ടപ്പ ഞാൻ ചത്താൽ എൻ്റെ ശവം നിൻ്റെ തട്ടാ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സീനുണ്ട്. പിന്നെ തോമാച്ചായൻ എൻ്റെ ദൈവമാണ്, അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. എവിടെ ചെന്നാലും എല്ലാവരും ചോദിക്കുന്ന ഒരാളാണ് തോമാച്ചായൻ എൻ്റെ ദൈവമാണ്. ഞാൻ ആ സിനിമയിൽ പറഞ്ഞതാണ്, സിനിമയിൽ ഞാൻ പറഞ്ഞ ഒരു ഡയലോഗാണ് അത്. അതിനകത്ത് അങ്ങനെ എൻ്റെ ദൈവമാണെന്ന് പറയുന്നത് ഇല്ലായിരുന്നു. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഭദ്രൻ സാറിൻ്റെ അടുത്ത്, സാറേ ഞാൻ എങ്ങനെയുണ്ട്, കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസാണ്. മോഹൻലാലിനെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. കാരണം മമ്മൂക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പുള്ളിയും വലിയ നടനും വലിയ ആളല്ലേ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു, മോഹൻലാലിൻ്റെ അത് കുട്ടപ്പൻ, എരുമേലി കുട്ടപ്പൻ പറയുന്നതായിട്ടാണ് തോമാച്ചാൻ എൻ്റെ ദൈവമാണ് എന്ന് ഞാൻ പറയുന്ന ഒരു സാധനമാണ്. തോമാച്ചാൻ്റെ ദൈവമാണ്. അതിനകത്ത് ഇല്ലാതായിരുന്നു ഉണ്ടാക്കി, എന്നാലും അത് നല്ലതായിരുന്നു. അത് എല്ലാവരും എവിടെ ചെന്നാലും ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുകയും തോമാച്ചാൻ്റെ ദൈവമാണെന്ന് പറയുന്ന ആൾക്കാർ. അത് ഭയങ്കര സംഭവമാണ് പഠിയും. അതിലൂടെയാണ് പിന്നീട് എനിക്ക് സിനിമകൾ ഇപ്പോൾ ഇത്രയെങ്കിലും കിട്ടിയത്. അച്ചായൻ്റെ കുടുംബകാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. മക്കളൊക്കെ എത്ര പേരുണ്ട്? മക്കൾ 2 പേരുണ്ട്. മറിയമ്മേ ഒരു ഭാര്യയാണ് മറിയമ്മ, ഒരു കലാകാരിയൊക്കെയാ.
ആ അച്ചായൻ്റെ വൈഫ് എന്നാ പേരെന്നാ? പേര് മറിയമ്മ. മറിയമ്മ. അച്ചായൻ എങ്ങനെയുണ്ട്? കുടുംബത്തൊക്കെ ആ സിനിമയിലെ കൂട്ടുള്ള അഭിനയമാണോ? ആ കുടുംബത്തൊക്കെ വളരെ പാവാ. ആ പാവമാ അല്ലേ? ആ ആ ആ ഒരു ക്യാരക്ടറൊന്നുമല്ല. അല്ലല്ലല്ല. മക്കൾ എത്ര പേരുണ്ട്? മക്കള് 2 പേര്. ആ. പിന്നെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവരെവിടാ? അവർക്കും മക്കളായി. ആ. അവര് കാനഡയിലാ. 2 പേരും? 2 പേരും കാനഡയിലാ. ആ ശരി. നിങ്ങൾ രണ്ടും നാട്ടിലിങ്ങനെ? ആ ഞങ്ങള് 3 മാസം അവിടെ കാനഡയിലായിരുന്നു. ആ പിള്ളേരുടെ അടുത്തായിരുന്നു. ഉം. അത് കഴിഞ്ഞ് വന്നിട്ട് 1 മാസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പം കുറേ ദിവസങ്ങൾ കഴിഞ്ഞല്ലേ അച്ചായൻ വരുന്നതൊക്കെ? ആ അത് വർഷങ്ങളായില്ലേ, ശീലമായി. ശീലമായി. ആ ശീലമായി. പിന്നെ അടുത്തടുത്തൊക്കെ വീടൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ടെലിഫോൺ എക്സ്ചേഞ്ച് അടുത്തുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ അങ്ങ് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അച്ചായൻ്റെ ഈ കലാജീവിതത്തിലെ അച്ചായന് ഉള്ള ഊർജം പകർന്നു കൊടുക്കുന്ന ഒരു അച്ചായൻ പറഞ്ഞാലൊന്നുമില്ല, ഒരു കലാകാരിയാണ്. എന്താ? ആ കല ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാ കലാകാരനെ കെട്ടിയത്. അത് ശരി. ആ കലയോടുള്ള ഇഷ്ടം കൊണ്ടാ കലാകാരനെ കെട്ടിയത് തന്നെ. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനും ചെറുതായിട്ട് അഭിനയിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ പഠിത്തവും കാര്യമൊക്കെ നോക്കേണ്ടത് കൊണ്ട് ഞാൻ പിന്നെ വീട്ടിലങ്ങ് ഒതുക്കി. അതാണ്. അല്ലേ പിന്നെയും അങ്ങ് പോയേനെ. പിള്ളേരെ പഠിപ്പിച്ചിട്ട് ഇതാക്കി വിടണമല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ. ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ആ പതിരൻ സാറിന്റെ ഉടയാൻ എന്നുള്ള പടത്തിലെ പതിരൻ സാറിന്റെ ടെലിഫിലിമില്, പിന്നെ വേറെ 2-3-4 പാലായിൽ ഒരു പടം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് സർവോദരി പാലാക്കാരൻ. അതിനകത്ത് വൈഫായിട്ട്. അത് ശരി. അപ്പം 2 പേരും കലയിലാണ് അല്ലേ? ഇപ്പം പോകുന്നില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ ചെറിയ കലാകാരന്മാരാ, കലാകാരി. അപ്പൊ ക്രിസ്മസ് ഒക്കെ ഇവിടം വരെയായി. ഇങ്ങനെ വന്ന് അടുത്തോണ്ടിരിക്കുന്നു. പിന്നെ ഇത് പാലാപ്പള്ളിയിലെ കൊയറിലൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. പാട്ടൊക്കെ പാടുമല്ലോ? വലിയ പാട്ടുകാരിയൊന്നും അല്ല. ചെറുതായിട്ടൊക്കെ ഞങ്ങൾ മത്സരം വരും, മാതൃവേദിക്കാരുടെ. അതിനകത്തൊക്കെ ചിലപ്പോൾ പങ്കെടുക്കും, അങ്ങനെ പാടും. ശരി. ചെറുതായിട്ടൊക്കെ മത്സരത്തിനൊക്കെ പോകും. അവർ 2 പേരും പാടിക്കേ. ഇപ്പൊ സ്വരമെല്ലാം പോയിരിക്കുക. ഈ കത്തിയാണേലും തേച്ചോണ്ടിരുന്നാലല്ലേ അതിനൊരു മൂർച്ച ഉണ്ടാവുള്ളൂ. കേൾക്കാറില്ല, അതുകൊണ്ട് മൂർച്ചയും കുറവായിരിക്കും. ചെറുതായിട്ടൊന്നാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. ദൈവമൊന്ന് ദൈവമൊന്ന്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. ദൈവമൊന്ന് ദൈവമൊന്ന്. അംബാസരസ്തകം ലോകമനോഹരം പങ്കിലമാക്കരുതേ, രക്തപങ്കിലമാക്കരുതേ. അംബാസരസ്തകം ലോകമനോഹരം പങ്കിലമാക്കരുതേ, രക്തപങ്കിലമാക്കരുതേ. സിന്ധുവും ഗംഗയും വൈദയും ഇളയും ഇന്ത്യതന്നക്ഷരദീപം എന്നെന്നും ഇന്ത്യതന്നൈശ്വര്യങ്ങൾ. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. ദൈവമൊന്ന് ദൈവമൊന്ന്.
അച്ചായൻ തന്നെ നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും അല്ലേ? ഞാനല്ലാതെ ആരും നമ്മൾ അയലോകത്തുള്ള ചെയ്യാൻ പറ്റും അല്ലേ? നല്ല ഒരു കലാകാരി, നല്ല ഒരു പാട്ടായിരുന്നു കേട്ടോ, നല്ല അർത്ഥമുള്ള ഒരു പാട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അതെ, പുള്ളിക്കാരത്തിയുടെ പ്രോത്സാഹനം ഒരു ഭയങ്കരമായ, എനിക്ക് പോകാനാണേലും ഷൂട്ട് ചെയ്യാൻ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞില്ലേ വരുന്നത്, അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നോട് വളരെ സൗമ്യമായി സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. ചിലപ്പോൾ നമ്മൾ പോയ ഒത്തിരി താമസിച്ചില്ലേ വരുന്നത്. മക്കളപ്പം നിങ്ങൾ കാനഡയ്ക്ക് പോയോണ്ട് ഇപ്പം വരുന്നില്ലായിരിക്കും ക്രിസ്മസ്? ഇല്ല, ഞങ്ങൾ ഈയിടെ ഒരു എല്ലാ കൊല്ലം വരത്തില്ലല്ലോ കാനഡയിലായോണ്ട് പിള്ളേർക്ക്. ഞങ്ങൾ 3 മാസം ഈയിടെ അവിടെ ആയിരുന്നു, പോയിട്ട് വന്നാ 2 മാസം ആയുള്ളൂ വന്നിട്ട്. അന്നേരം അവിടെ തണുപ്പൊക്കെ തണുപ്പ് അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. മഴയല്ല, അവിടെ നല്ല ക്ലൈമറ്റാ, നല്ല AC-ക്കകത്തിരിക്കുന്നവർ എപ്പോഴും നല്ല അടിപൊളിയായിരുന്നു. മക്കളൊരാണും പെണ്ണും. ആ പെണ്ണിന്റെ പേര് മഞ്ജു, ആണിന്റെ പേര് രഞ്ജിത്ത്. പിന്നെ അവരുടെ ഭർത്താവ് ബെന്നി, ധന്യ മരുമകള്. പിന്നെ അവർക്കും 2 പേർക്കും പിള്ളേർ 2 പേര് വെച്ച്. ഇപ്പൊ ക്രിസ്മസിനൊക്കെ എങ്ങനെയാ, ഇപ്പം നല്ല ആഘോഷമൊക്കെ ഉണ്ടോ? ക്രിസ്മസിന് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അന്നൊക്കെ പഴയ ഒരു ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു മുറിവെന്നേ ഉള്ളൂ, ഒരു ഉണങ്ങാത്ത മുറിവ്. പക്ഷേ അതിലും സാരമില്ല. പക്ഷെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല, എല്ലാ ലോകം മുഴുവൻ ഒരു ആഘോഷമല്ലേ, എല്ലാം ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒന്നടങ്കം ആഘോഷിക്കുന്നുണ്ട്. പിന്നെ അതൊരു വലിയ സന്ദേശമല്ലേ. അതായത് അന്നത്തെ കാലത്ത് ഈ മാതാവ് ഉണ്ണീശോയെ പ്രസവിക്കാനായിട്ട് സ്ഥലമില്ലാതിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പുൽക്കൂടല്ല, ഒരു തൊഴുത്തിലാണ് ഈ പ്രസവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അന്ന് തൊഴുത്തിലുണ്ടാകുന്നതല്ല, ഇവിടെ വാർക്ക കെട്ടിടങ്ങളോ വലിയ വലിയ ഇന്നത്തെ സൗകര്യമുള്ള കെട്ടിടങ്ങളിൽ വേണേൽ ജനിക്കാമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ആ ജനനം ഒരു എളിമയുടെയാണ്, സ്നേഹത്തിൻ്റെയാണ്, കരുണയുടെയാണ്, നന്മയുടെയാണ്. അതിൻ്റെ ഒരു സിമ്പിൾ, ഒരു ഇതാണത്, ഒരു മോഡൽ സംഭവം. അത് തമ്പുരാൻ ജനിച്ചത് വളരെ ഒരു പുൽക്കൂടല്ല, തൊഴുത്തിലായിരുന്നു. അപ്പൊ അത്രയും എളിമയുണ്ടായിരുന്നു യേശുവിന്. അതാണ് ജനനത്തിൽ മുതൽ. പിന്നെ ജീവിതത്തിലെല്ലാം വഴികാട്ടിയല്ലായിരുന്നു. നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക, നീ അവന് ഭക്ഷണം കൊടുക്കുക, ഉടുക്കാൻ വസ്ത്രം കൊടുക്കുക, സ്നേഹിക്കുക, കരുണ ചെയ്യുക, രോഗിയാണെങ്കിൽ അവരെ ശുശ്രൂഷിക്കുക, നന്മ, കരുണ, ഇതൊക്കെയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ സന്ദേശങ്ങൾ. അത് പ്രായോഗികമാക്കിയാൽ മതി. നമുക്കിവിടെ വഴക്കും മറ്റു യുദ്ധങ്ങളോ ഒന്നും ഉണ്ടാകില്ല. നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കാൻ പറഞ്ഞില്ലേ, അതുപോലെ ചെയ്യുന്നില്ല. ഇവിടെ എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അച്ചായൻ്റെ ഒരു ആശംസ, ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സന്ദേശം. തീർച്ചയായിട്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ, അല്ലെങ്കിൽ ഹൃദയത്തെ തൊട്ടുള്ള ആശംസകൾ, ക്രിസ്മസ് ആശംസകൾ AK വ്ളോഗിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ കുടുംബ ആശംസകൾ, ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ചാലിപ്പാല അച്ചായനാണ്. അപ്പോൾ അച്ചായൻ്റെ വിശേഷങ്ങളെല്ലാം ഇവിടെ പങ്കിട്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.